ഹായ് ഹലോ നമസ്തേ. കഫ്രീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം എന്താണ്? എന്താണ് ഇപ്പൊ നടക്കുന്നത്? എമ്പുരാന്റെ പറ്റി അത് തന്നെ ഇപ്പൊ എല്ലായിടത്തും സമയം അതുകൊണ്ട് നിൽക്കണത്. തീർച്ചയായിട്ടും അതിനെ പറ്റിയുള്ള ഒരു ചർച്ചയാണ്. കുറച്ച് ദിവസമായി എല്ലാവരും മറന്നു തുടങ്ങി, എന്നാലും നമ്മളെ അഭിപ്രായം പറയണമല്ലോ. തീർച്ചയായിട്ടും. അപ്പോൾ ഇത്തരത്തിൽ ഈ സിനിമകളിൽ ഇങ്ങനെ ഒരു മുമ്പ് നടന്നൊരു കലാപമോ അല്ല അങ്ങനെ അത്തരത്തിലൊരു വിഷയത്തിനെ പറ്റി സംസാരിക്കുന്നത് ഇത് ആദ്യമായിട്ടല്ല. അപ്പൊ അതിനെപ്പറ്റി നിനക്ക് എന്താണ് പറയാനുള്ളത്? അവിടെ ഇപ്പൊ ഒരു സിനിമ, അതായത് പണ്ടത്തെ റിയൽ ഇൻസിഡന്റിനെ ബന്ധിച്ച് വന്നിട്ട് ഒരു സിനിമ എന്ന് വെച്ചാൽ കുറെ സിനിമ ഇതിന് ഇറങ്ങിയിട്ടുണ്ട്. അതായത് നമ്മുടെ തങ്കമണി എന്ന് പറയുന്ന സിനിമ ഉണ്ടല്ലോ ഇപ്പം ദിലീപിന്റെ, അത് എത്ര കഴിഞ്ഞ വർഷമല്ല ഇറങ്ങിയത്? കഴിഞ്ഞ വർഷം വലിയ വിജയമല്ലായിരുന്നു. ഒരു ബസ് ഉടമയായിട്ട് ബന്ധപ്പെട്ടൊരു പണ്ടത്തെ ഒരു കേസാണ്. ബസ് ഉടമയും നാട്ടുകാരുമായിട്ട് ബന്ധപ്പെട്ടൊരു കേസാണ്. അത് പിന്നെ പോലീസുകാർ ഇടപെടുകയും പിന്നെ അത് കലാപത്തിലോട്ട് പോവുകയും ചെയ്തു. വെടിവെപ്പ് വരെ ഉണ്ട്, ആൾക്കാർ മരിച്ച്. അതൊരു റിയൽ ഇൻസിഡന്റിനെയാണ് സിനിമയിൽ സ്റ്റോറി ആയിട്ട് കാണിച്ചത്. അതുപോലെ തന്നെ പിന്നെ പറയുകയാണെങ്കിൽ ഈ സിനിമ ഇതാ സമയം എന്ന് പറഞ്ഞിട്ട് മുമ്പ് ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. അത് ഈ തങ്കമണി ഇൻസിഡന്റിനെ ബന്ധിച്ച് രതീഷ് ആയിരുന്നു എന്റെ നായകനായിട്ട് വന്നത്. അത് കുറച്ച് കാലഘട്ടം പിന്നിലോട്ടാണ്. അതിനകത്ത് ഇതുപോലെ ഈ സ്ത്രീകളെ പീഡിപ്പിക്കുക അങ്ങനെ പല പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മാലിക് സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ അതിനകത്ത് ഭീമാപള്ളി വെടിവെപ്പ് അതിനെപ്പറ്റി ചർച്ച ചെയ്ത് മാലിക് കുറെ ഫിക്ഷൻ കേട്ടിട്ടുണ്ട്. അത് ആ ഒരു ഭീമാപള്ളി വെടിവെപ്പാണെന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും പല കാര്യങ്ങളും അത് സിനിമയിലേക്ക് വരുമ്പോ സിനിമയുടേതായിട്ടുള്ള ഒരു മസാല ചേർക്കപ്പെടും. ഇംഗ്ലീഷിലുള്ള അതിനകത്ത് ഒരു സ്റ്റോറി ഇൻസ്പയർ ചെയ്ത് പിന്നെ നമ്മുടെ ഇവിടുത്തെ ഈ ഒരു ഇതും കൂടെ കലാപം ചേർത്ത്. ഇത് 2009 കേസായിരുന്നു അവിടെ വെടിവെപ്പ്. അപ്പൊ മറ്റൊരു കുട്ടിയൊക്കെ എടുത്തോണ്ട് പോണ സീനില്ലായിരുന്നു മാലിക്കില്. അതൊക്കെ ഒറിജിനലും ഉണ്ടായിട്ടുണ്ട്. വീഡിയോ ഒക്കെ യൂട്യൂബിലേക്ക് കിടപ്പുള്ള സാധനമാണ് അത്. തീർച്ചയായിട്ടും. അപ്പം അന്നേ അതായത് ഇപ്പൊ എമ്പുരാന്റെ ഈ ഒരു പ്രശ്നത്തിലോട്ട് നമ്മൾ വരുന്ന ടൈമില് എമ്പുരാനില് ഈ ഇപ്പോഴത്തെ ഗുജറാത്ത് കലാപത്തിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നത് അത് ആദ്യമായിട്ടല്ല സിനിമയിലേക്ക് ഇങ്ങനെ ഒരു ചർച്ചാ വിഷയം വരുന്നത്. മുമ്പും ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ സിനിമകൾ നമ്മളിപ്പോ ചർച്ച ചെയ്ത എല്ലാ സിനിമകളിലും ഇതുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ഇപ്പൊ എമ്പുരാനിൽ വരുമ്പോ ഇതൊരു പ്രശ്നമാകുന്നു എന്നതാണ് നമ്മുടെ ചോദ്യം. ഇപ്പൊ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് എല്ലാവർക്കും. ഇപ്പം മുരളി ഗോപിക്ക് അങ്ങനെ ഒരു സിനിമ എഴുതണമെന്ന് തോന്നിയാൽ എഴുതിയിരിക്കും. പുള്ളി എഴുതുകയും ചെയ്ത്. അതിപ്പോ സിനിമ അങ്ങനെ എടുക്കാൻ പാടില്ല അങ്ങനെ എഴുതാൻ പാടില്ല എന്നൊക്കെ അത് ആർക്ക് പറയാനുണ്ട് അങ്ങനത്തെ അവകാശം? തീർച്ചയായിട്ടും. എനിക്കിപ്പോൾ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ സമൂഹത്തിൽ ഒരു പ്രതിപാദിക്കുന്ന വിഷയമാണ് എപ്പോഴും ഒരു ആർട്ട് ഫോമിൽ വരുന്ന കാര്യങ്ങൾ. അപ്പം ആർട്ട് ഫോം എപ്പോഴും അങ്ങനെയാണല്ലോ. പണ്ട് അതായത് നമ്മുടെ കഥകളി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കിയാലും സമൂഹത്തിൽ നടക്കുന്ന കാര്യത്തിനെ വെച്ചാണ് എപ്പോഴും സ്റ്റോറി ബിൽഡ് ചെയ്ത് വരുന്നത്. കളിച്ചോണ്ടിരിക്കുമ്പോ ഒരാള് അങ്ങനെ പോകുമ്പോ കളിയാക്കിയാണ് ഒരാൾ നടന്നു പോകണമെങ്കിൽ അയാളെ കളിയാക്കും. അത് തീർച്ചയായിട്ടും. അന്ന് പൊളിറ്റിക്കൽ വേണം, പക്ഷെ അന്ന് അങ്ങനെ തുറന്നങ്ങ് പറയാ എന്നുള്ള കാര്യമാണ്. അപ്പൊ അങ്ങനെ സമൂഹത്തിൽ നടക്കുന്ന കാര്യത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഇപ്പൊ സിനിമയിലേക്ക് വരുമ്പോ അതൊരു ആർട്ട് ഫോമാണ്. അത് സമൂഹത്തിൽ നടന്ന സത്യസന്ധമായുള്ള കാര്യങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നതിൽ എന്താണ് തെറ്റ്? അതാണ് നമ്മുടെ ചോദ്യം. ഇപ്പൊ നമ്മുടെ ഈ എമ്പുരാൻ പറയുന്ന സിനിമ ഈ ഒരു ഇതിനെ കുറെ പ്രതിഷേധങ്ങൾ ഉണ്ടായി. ഇതുപോലെ പണ്ട് 2007 മമ്മൂക്കയ്ക്ക് ഇതുപോലത്തെ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. അതായത് ഈ പണ്ട് ഡിവൈഎഫ്ഐയുടെ ഒരു സമ്മേളനത്തിന്റെ ഇടയ്ക്ക് ഈ എന്താണ് ഇതിനെപ്പറ്റി സംസാരിച്ചു, ഗുജറാത്ത് കലാപത്തെ പറ്റിയൊക്കെ പുള്ളി സംസാരിച്ചു. അപ്പൊ അങ്ങനെ സംസാരിക്കുന്ന ഇടയ്ക്ക് അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ലല്ലോ, അത് എതിർക്കുന്നവർ. അപ്പം അവരന്ന് എന്ത് ചെയ്ത് പോസ്റ്ററുകൾ കരിയോരൊഴിക്കുകയും തിയേറ്ററിൽ അങ്ങനെ പ്രശ്നം ഉണ്ടാക്കുകയൊക്കെ ചെയ്തായിരുന്നു. പിന്നെ എന്ത് ചെയ്ത് പുള്ളി ഈ ഒരു കാര്യം നമ്മുടെ കഥ പറയുമ്പോൾ എന്ന് പറയുന്ന സിനിമയില്ലേ, അതിനകത്ത് മൈക്കിന്റെ ഇടയിൽ കൂടെ പറയുന്നുണ്ട് ഇത് ഗുജറാത്ത് എന്ന് പറയുന്ന ഒരു സിനിമയിൽ അഭിനയിച്ചതിന് എന്റെ വീട് അത് ഈ ഒരു സംഭവമാണ് പുള്ളിയോട് ഉദ്ദേശിച്ചേക്കുന്നത്, മെൻഷൻ ചെയ്തേക്കണത്. അങ്ങനെ ഇതിപ്പം ഇഷ്ടപ്പെടാത്ത കാര്യത്തിന് എന്താണ് എതിർക്കുന്ന ഒരു സംഭവം അന്നൊന്നും ഉണ്ടായിട്ടുണ്ട്. പിന്നെ സിനിമയായിട്ട് കണ്ടാൽ മതിയായിരുന്നു. അതാണ് ഈ സിനിമയായിട്ട് കാണാത്തതായിരുന്നു ഈ പ്രശ്നം. അന്ന് പിന്നെ പുള്ളി സംസാരിച്ചാണ് പ്രസംഗിച്ചതിന്റെ ഇടയ്ക്കാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ സംസാരിച്ചത്. അതുപോലെ തന്നെയാണ് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ. അതായത് ഇപ്പൊ നേരത്തെ തൊട്ടു മുമ്പ്, അതായത് ഇപ്പൊ എമ്പുരാൻ സിനിമയ്ക്ക് ഈ ഗുജറാത്ത് കലാപം ചർച്ചാ വിഷയമാണ് തൊട്ടു മുമ്പ് പറഞ്ഞത്. സമൂഹത്ത് എന്താണ് ഈ സിനിമകളാണ് ഒരുപാട് സ്വാധീനിക്കുന്ന മയക്കുമരുന്ന് അതുപോലത്തുള്ള ലഹരികൾ ഇപ്പോഴത്തെ തലമുറയെ പ്രേരിപ്പിക്കുന്നത്. എന്നാൽ ഈ വകയുള്ള കാര്യങ്ങൾ സമൂഹത്ത് നടന്നിട്ട് അത് സിനിമയിൽ കാണിക്കുമ്പോൾ അപ്പൊ സിനിമയാണ് സ്വാധീനിക്കുന്നത്, അല്ല ഇത്തരത്തിലുള്ള രാഷ്ട്രീയമാണ് സ്വാധീനം. സിനിമ അങ്ങോട്ട് എന്താണ് ആദ്യം പറഞ്ഞത്, സിനിമ
സമൂഹത്തെ സ്വാധീനിക്കുന്നത്. ഇപ്പൊ സമൂഹത്തിൽ നിന്ന് സിനിമയെ സ്വാധീനിച്ചത് പ്രശ്നം. എന്താണ് ഇവിടുത്തെ ഒരാൾക്ക് എങ്ങനെ എടുക്കണമെന്ന് അവരുടെ സ്വാതന്ത്ര്യമാണ്. ഇപ്പൊ എനിക്കിപ്പം ഇതിനെ പറ്റിയൊരു സിനിമ ഒരു കഥ എഴുതണമെന്ന് തോന്നിയാൽ ഞാൻ എഴുതിയിരിക്കും. അതിപ്പോ അവർക്ക് അങ്ങനെ തോന്നി ഇങ്ങനെ തോന്നും പറഞ്ഞ് എന്റെ കാഴ്ചപ്പാടിൽ എന്താണോ അതെല്ലാം ഞാൻ എഴുതുള്ളൂ. അതായത് നമ്മളെ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ തന്നെ പറയുന്നു നമുക്ക് എന്തും പറയാം, എന്തും നമ്മളായിട്ടുള്ള ഒപ്പീനിയൻ പറയാനുള്ള ഒരു സ്വാതന്ത്ര്യമുള്ള രാജ്യമാണിത്. എന്നിട്ട് പോലും ഇത്തരത്തില് ഈ വരുന്നതിൽ പ്രശ്നമുണ്ട്. പിന്നെ ഈ തലപ്പാവ് എന്ന് പറയുന്ന സിനിമയുണ്ട്, അത് ഇതുപോലെ പണ്ട് പൃഥ്വിരാജിന്റെ അത് തന്നെ. അത് 2000 എത്ര ഇയർ ഞാൻ മറന്നുപോയി. അന്ന് നടന്നൊരു സംഭവം തന്നെയാണ് ഇതും. ഈ നക്സൽ വർഗീസ് എന്ന് പറയുന്ന ഒരാളുടെ ഒരു സ്റ്റോറിയാണ്. അതും ഈ പോലീസുകാരായിട്ടുള്ള ഏറ്റുമുട്ടലാണ്. പിന്നെ അത് അയാൾ മരിച്ചു എന്ന് പറയുന്നു. പിന്നീട് നേരിട്ട് അങ്ങനെ എന്തൊക്കെ ഇൻസിഡന്റ് ഉണ്ട്. അതൊക്കെയാണ് തലപ്പാവുന്ന സിനിമയിൽ വന്നേക്കണത്. അത് നമ്മുടെ ടേക്ക് ഓഫ് സിനിമ, ആണ് തീർച്ചയായിട്ടും. അതൊക്കെ പക്ഷെ വേറൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല. പക്ഷെ ഇത് ചർച്ച ചെയ്യുമ്പോൾ ഒരാൾക്ക് സിനിമ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സിനിമ കാണാതിരിക്കുക, ബാക്കിയുള്ളവരും കാണാൻ പാടില്ല എന്ന് പറയുന്നത് എന്താണ്? അതാണ് നമുക്കൊരു ആർട്ട് ഫോമിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് ബഹിഷ്കരിക്കുക. നമുക്ക് കാണാൻ താല്പര്യമില്ലെന്ന് എന്ന് പറഞ്ഞാൽ അത് എല്ലാവരും അങ്ങനെ വേണമെന്ന് പറഞ്ഞതിന് കാണാതിരിക്കണം, അതൊക്കെ തെറ്റാണ്. അതാണ് മുരളി ഗോപിയുടെ സ്ക്രിപ്റ്റ്. നമ്മൾ എമ്പുരാനെ നോക്കുമ്പോൾ മുരളി ഗോപിയുടെ സ്ക്രിപ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് പുള്ളി ആദ്യമായിട്ടല്ല ഇങ്ങനെ ചെയ്യുന്നത്. ലെഫ്റ്റ് എടുത്താലും ഒരു കാര്യം, ഇപ്പൊ ലെഫ്റ്റിലാണെങ്കിൽ ഈ ഇന്ദ്രിയത്തൊക്കെ സൈക്കിൾ വരുമ്പോഴത്തേക്കും ഈ അതായത് ഈ എന്താണ് എമ്പുരാനെ എതിർത്തവര് അവരെ സഹായിക്കുന്ന ഒരു സീനുണ്ട്. മനസ്സിലായില്ലേ? തീർച്ചയായിട്ടും. അതുപോലെ തന്നെ അപ്പം പുള്ളി അത് അവരുടെ ഭാഗത്ത് നിന്ന് കണ്ടെഴുതിയ ഒരു സിനിമ പോലെയാണ് അവിടെ വന്നിരിക്കുന്നത്. അത് മാത്രമല്ല അതെ തന്നെ എല്ലാ പുള്ളിയുടെ സിനിമയിലും പുള്ളിക്ക് ഒരു പെർസ്പെക്റ്റീവിലാണ് എഴുതിയേക്കുന്നത്. ടിയാൻ എന്ന് പറയുന്ന സിനിമ മനസ്സിലായില്ലേ? അത് അവരെ കളിയാക്കുന്നുണ്ട്, കാര്യങ്ങൾ പറയുന്നുണ്ട്. എമ്പുരാനിൽ കുറച്ച് ഡയലോഗുകൾ മറ്റേ ഒരു തട്ട് ഒരു മുട്ട് അതുപോലെ രാഷ്ട്രീയം ഒക്കെ പറഞ്ഞു വരുന്ന മക്കളുടെ രാഷ്ട്രീയം. അതുപോലെ തന്നെ ഗോവർദ്ധൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ വെച്ചിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഒരേപോലെ വിമർശിച്ചിട്ടുള്ളതാണ് മുരളി ഗോപിയുടെ സ്ക്രിപ്റ്റ് എഴുത്ത്. അപ്പൊ അതിനെ പറ്റിയൊക്കെ നമ്മൾ പറയുമ്പോൾ ഓരോ ഇതിലും അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ ടിയാൻ എന്ന ഒരു സബ്ജക്റ്റ് ഉണ്ടല്ലോ സിനിമ, അത് ഇന്നത്തെ കാലത്താണ് ടിയാൻ ഇറങ്ങിയിരുന്നെങ്കിൽ അത് എന്തോരം വിവാദങ്ങൾ ഉണ്ടാക്കി. തീർച്ചയായിട്ടും. കാരണം അത് ഇതിനകത്ത് ജസ്റ്റ് ഒരു ഇൻസിഡന്റ് കാണിച്ചെന്നേ ഉള്ളൂ. ടിയാൻ എന്നുള്ള സിനിമയിൽ അടച്ചങ്ങ് ആക്ഷേപങ്ങളുണ്ട് പല കാര്യങ്ങളും. തീർച്ചയായിട്ടും അത് ആ കാലത്ത് ഇറങ്ങിയോണ്ട് ദൈവങ്ങളെയൊക്കെ നല്ലപോലെ ഇട്ട് അത് തന്നെ അതാണല്ലോ സബ്ജക്റ്റ് തന്നെ. അത് പുള്ളിയുടെ ഒരു എഴുത്താണ്. സമൂഹത്തോട് എന്ത് പറയണോ അത് എഴുതുന്നു. അയാളുടെ സ്വാതന്ത്ര്യമാണ്. എല്ലാവരും നമ്മുടെ ഇന്ത്യൻ പൗരന്മാരെ അയാളും ഇന്ത്യൻ പൗരനാണ്. അപ്പം അതേ സ്വാതന്ത്ര്യം തന്നെ പുള്ളിക്കും ഉണ്ട്. അതാണ് ഇത്തരത്തിലുള്ള എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കേണ്ടത് നമ്മുടെ കടമയും. ഇപ്പൊ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിൽ പിന്നെ ഇത്തരത്തിലുള്ള സമൂഹത്തിൽ പ്രതിപാദിക്കുന്ന വിഷയം ആര് ചൂണ്ടിക്കാണിക്കും? ഇഷ്ടപ്പെടാത്തവരെ ഇപ്പൊ അവർക്ക് അനുകൂലമായിട്ടുള്ള രീതിയിലൊരു സിനിമ എഴുതി എടുക്കട്ട്. അതാണ് എന്നാ പിന്നെ അവര് സ്ക്രിപ്റ്റ് എഴുതിട്ട് അവർ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ. അപ്പം ഇതാണ് ഇപ്പൊ ഇല്ലാത്തൊരു കാര്യം എന്തായാലും ഉണ്ടാക്കി പറഞ്ഞിട്ടില്ല. പ്രൊപ്പഗണ്ട സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ പ്രൊപ്പഗണ്ട സിനിമ എടുത്താലും എന്താണ് അത് അവരുടെ തന്നെ ഇഷ്ടമല്ലേ. ഇല്ലാത്ത കാര്യം ഒരു കാര്യം ഉണ്ടാക്കി പറഞ്ഞാൽ അതൊക്കെ അത് നോക്കാം. അല്ലാതെ ഒരു കാര്യം അവരുടെ വീക്ഷണത്തിൽ കൂടെ കണ്ട് അവരുടെ പെർസ്പെക്റ്റീവ് നിന്ന് എടുത്തതിൽ യാതൊരു തെറ്റും ഞാനാണല്ലോ. അതാണ് അപ്പൊ നമ്മൾ ആ വിഷയങ്ങളെ പറ്റിയാണ് ചർച്ച ചെയ്തത്. ഈ കേരള സ്റ്റോറിയെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. മറ്റേ നമ്പേഴ്സിന്റെ കാര്യം കുറെ 32,000 പേര് കേരളത്തിൽ നിന്ന് IS-ലോട്ട് പോയി എന്നൊക്കെ കേരള സ്റ്റോറിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഇല്ലാത്തൊരു കാര്യം ഉണ്ടാക്കി പറഞ്ഞിരിക്കണേണ്. പിന്നെ അത് ചില കാര്യങ്ങൾ ഇപ്പൊ സിനിമയിൽ വരുമ്പോ ചില കൂടുതൽ ആ സ്ക്രിപ്റ്റിനെ കുറച്ച് മസാല ആക്കാൻ വേണ്ടി അവര് കൈനിട്ട് ചേർക്കണതായിരുന്നു. പക്ഷെ ഇതിൽ അങ്ങനെ ഒരു കാര്യമല്ല, ഉള്ള കാര്യം ഉള്ളതുപോലെ സംസാരിച്ചതാണ് പ്രശ്നമായത്. പിന്നെ ആ ഒരു സ്ഥലത്തിന്റെ ഇത് ആ ഇൻസിഡന്റ് ആണ് ഇയർ പറഞ്ഞിട്ടുണ്ട്, 2002 പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും. പക്ഷെ അതിനെ പോയിന്റ് ഔട്ട് ആക്കിയത് ഞങ്ങളെയാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. എന്തായാലും സിനിമയെ പോലെ കാണുക, കാണുക. എന്റെ അഭിപ്രായമാണ്. ഇപ്പം എല്ലാവർക്കും അവരുടെ ഒരു സ്പേസ് ഉണ്ട്. എനിക്ക് കഥ എഴുതണം, കവിത എഴുതണമെങ്കിൽ ഞാൻ എഴുതും. മുരളി ഗോപിക്ക് എഴുതണമെന്നുണ്ടെങ്കിൽ മുരളി ഗോപി എഴുതും. അത് ആസ്വദിക്കാനുള്ളവർ ആസ്വദിക്കുക, അല്ലാത്തവർ ബഹിഷ്കരിക്കുക. അതുപോലെ തന്നെ ഇപ്പൊ സെൻസർ ബോർഡിന്റെ വിഷയങ്ങളുണ്ട്. സെൻസർ ബോർഡ് സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു ഒപ്പീനിയനിൽ സെൻസർ ബോർഡിന്റെ എന്താണ് റൂൾസ് കുറച്ചുകൂടെ ഇതാക്കണം. അതായത് ഇപ്പൊ ഇങ്ങനെ ഒരു ബോർഡ് വെച്ചിട്ട് എന്താണ് നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ കട്ട് ചെയ്ത് മാറ്റണം എന്നുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് അതെല്ലാം ഫിൽട്ടർ ചെയ്ത് അതിന് സർട്ടിഫിക്കറ്റ് കൊടുത്ത് ഒരു പടം ഇറക്കിയിട്ട് ആ പടം 1-2 ആഴ്ച ഓടിയിട്ട് അത് വീണ്ടും സെൻസർ ചെയ്യപ്പെടണമെന്ന് പറയുന്നത് സെൻസർ ബോർഡിന് തന്നെ ഒരു നാണക്കേടാണ്. അത് ഒരു സത്യം പറഞ്ഞാൽ അങ്ങനെയുള്ള സെൻസർ ആദ്യം സമയം ഉണ്ടായിരുന്നു അവർക്ക് അത് പ്രശ്നമായി തോന്നി അപ്പൊ കളയായിരുന്നു. സിനിമ ഇറങ്ങി കഴിഞ്ഞ് പക്ഷെ സിനിമയ്ക്ക് ഒരു ഉപകാരമായി കേട്ടാ ഇത്. തീർച്ചയായിട്ടും മാർക്കറ്റിങ്ങിനെ ഇത് ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല. നല്ലപോലെ എത്ര
എടാ എനിക്ക് ആദ്യം ഒരു മിക്സഡ് ആണ് എനിക്ക് തോന്നിയ സിനിമ. പക്ഷേ ഇത് വന്നതിന് ശേഷം ഇത് വേറെ പെർസ്പെക്റ്റീവിലായി കാണാൻ തുടങ്ങി. എല്ലാവരും ഒരു പ്രതിഷേധം പോലെ കാണാൻ തുടങ്ങി എന്നുള്ളതാണ്. പ്രതിഷേധിക്കാനുള്ള മാർഗം സിനിമ കാണുന്നു എന്നുള്ള രീതിയിൽ ആക്കി പ്ലാനിങ് ആണ്. സത്യം പറഞ്ഞാൽ അങ്ങനെ കാണണ്ട, സിനിമയായിട്ട് തന്നെ കാണണം. ഒരു രാഷ്ട്രീയത്തിനുള്ള ഒരു ആയുധമാക്കി മാറ്റാൻ പാടില്ലായിരുന്നു. തീർച്ചയായിട്ടും. പിന്നെ നമ്മളിപ്പോ പറഞ്ഞ നമ്മുടെ പെർസ്പെക്റ്റീവ് ആണ്, എല്ലാവർക്കും അവരവർക്ക് സ്പേസ് ഉണ്ടല്ലോ പറയാനായിട്ട്. തീർച്ചയായിട്ടും. നമ്മുടെ ഒരു ഒപ്പീനിയൻ അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന വിഷയങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മുടെ ഒരു ഒപ്പീനിയൻ പറഞ്ഞത് ആണ്. ഇപ്പൊ നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് നിങ്ങളേതായിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് ശരിയാണെന്ന് തോന്നണം. നമുക്ക് നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുക. അപ്പൊ അത് എന്തായാലും കമന്റുകളായി രേഖപ്പെടുത്തുക. അപ്പൊ എന്താണ് പുതിയ ചലച്ചിത്ര വിഷയങ്ങളുമായി ഞങ്ങൾ ഉടനെ വരുന്നതായിരിക്കും. അൻറ്റിൽ ദെൻ ലൈൻ കട്ട്.